ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എല്ലാ വഴികളും അടഞ്ഞവരും ഈ പറയുന്ന ഒരക്ഷരം, അതൊരു ദിവ്യമായ മന്ത്രമാണ്. ഒറ്റ അക്ഷരമുള്ള ഈ ഒരക്ഷരം ഞാനീ പറയുന്ന രീതിയിൽ, ഇതൊരു പ്രത്യേക രീതിയിലാണ് ഉരുവിടേണ്ടത്. ഏതൊരാൾക്കും ചെയ്യാം, എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. ഈ പറയുന്ന രീതിയിൽ ആ ഒരക്ഷരം ഉരുവിട്ടാൽ അവരെ ലക്ഷപ്രഭുക്കളായി തീരുമെന്നുള്ളതാണ്. വളരെ മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല, മഹാവശ്യം നിങ്ങളത് അനുഭവിച്ചറിയുക. സർവവശ്യം, ലോകവശ്യം, രാജവശ്യം, മഹാവശ്യം, സമ്പത്ത് വശ്യം ഇന്ന് വേണ്ട ഏത് കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം, ഇപ്പം കേസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിജയിക്കാൻ പിന്നെ നിങ്ങളുടെ ഭാഗത്തൊരു ന്യായങ്ങൾ ഉണ്ടായിരിക്കണം, സത്യസന്ധമായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പോർട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാദങ്ങളായിക്കോട്ടെ, എവിടെയും വാദിച്ച് വിജയിക്കാൻ, അല്ലെങ്കിൽ സ്പോർട്സ് ആയുള്ള കാര്യങ്ങളിൽ വിജയിക്കാൻ. അതുപോലെ ഒരു ഗൾഫിലൊരു ജോലി തടസ്സപ്പെട്ട് കിടക്കുന്നു, ആ ജോലി കിട്ടുവാനും, അല്ലെങ്കിൽ ഗൾഫിൽ പോകുവാനും, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഉയർച്ചയില്ല, വളരെ സമ്പത്തുണ്ടാകാനും. അതുപോലെ ഏത് ബിസിനസ്സുകാർക്കും സ്വന്തം നിലയിൽ വളരെ സമ്പത്തുണ്ടാകാൻ ഈ അക്ഷരത്തിൻ്റെ ജപം, അത് അറിഞ്ഞു ജപിക്കണം. അത് ചെറിയ കാര്യമൊന്നുമല്ല, അത് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. ഈ രഹസ്യം അറിഞ്ഞ് ജപിക്കണം. ആ അക്ഷരം ഒരക്ഷരമാണെങ്കിൽ അതിനെ മൂന്നായിട്ട് പിരിച്ച് അതിൻ്റെ ഉള്ളിൽ 3 ശക്തിയുണ്ട്. ആ ശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ മതി, ഒരക്ഷരമായിട്ട് ജപിച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞു തരാം. അത് രാവിലെ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു തരാം. ഇതാരും നിങ്ങളോട് പറഞ്ഞു തരത്തില്ല. നിങ്ങൾ കേൾക്കുമ്പോൾ അറിയും. ഇത് നിങ്ങൾ ഈ വീഡിയോ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ 100% ഉറപ്പിച്ച് പറയും. എനിക്ക് സംശയമൊന്നുമില്ല അതിനകത്ത്. കാരണം അതുപോലുള്ളൊരു കാര്യമാണ്. ഇത് കാണുന്നവർക്ക് ആ ജീവിതത്തിൽ അതുപോലെ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അവർക്ക് ഈശ്വരീയമായ അനുഗ്രഹം, ശിവഭഗവാന്റെ അനുഗ്രഹം, കൃഷ്ണൻ്റെ അനുഗ്രഹം, ഭദ്രകാളിയുടെ അനുഗ്രഹം എന്ന് വേണ്ട സർവ്വദേവതകളുടെയും പ്രീതി ഉണ്ടാകാനും ഈ മന്ത്രം ഉപകരിക്കും. ഒറ്റ അക്ഷരമുള്ളൂ. മാത്രമല്ല, ഇപ്പം ഒരു സാധാരണ തൊഴിൽ ചെയ്യുന്ന ഒരാളാണെങ്കിലും ആ തൊഴിലിൽ വളരെ സമ്പത്തുണ്ടാകാനും, പിന്നെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അവന് വലിയ രീതിയിൽ ബിസിനസ് എന്നും നല്ല ലാഭമായിട്ട് വർദ്ധിക്കാനും, പിന്നെ അല്ലെങ്കിൽ ഒരു വക്കീലായിക്കോട്ടെ ധാരാളം അയാൾക്ക് ഏറ്റവും കൂടുതൽ കേസുകളും കാര്യങ്ങളും ഒക്കെ വരുവാനും, പ്രശസ്തനാകുവാനും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ ആ മേഖലയിൽ ഏറ്റവും മിടുക്കനായി തീരാനും, ഏറ്റവും കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ കൺസൾട്ട് ചെയ്യാനായിരിക്കും വരുന്നത്. അതുപോലെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ആയിക്കോട്ടെ ഏറ്റവും ടോപ്പിലെത്തും. അതുപോലെയുള്ള വിദ്യയാണ്. ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ സാധാരണ നിലയിലുള്ള ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും ഏറ്റവും ടോപ്പിൽ വരാനോ ഇത് സാധിക്കും ഈ അക്ഷരം കൊണ്ട്. കാരണം അതുപോലെ ഇത് ലോകവശ്യമാണ്, ജനവശ്യമാണ്, സമ്പത്ത് വശ്യമാണ്. അതുമാത്രമല്ല, നമുക്ക് ചില കഴിവുകൾ ഈ മന്ത്രം തരുമെന്നുള്ളതാണ്. ഒറ്റ അക്ഷരമേ ഉള്ളൂ. മന്ത്രത്തിൻ്റെ രഹസ്യം കൂടെ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇത് ആരും ഒരിക്കലും പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവും കേൾക്കുമ്പോൾ. കാരണം അത്ര വലിയൊരു കാര്യം പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ സർക്കാർ ജോലിക്കാരായിക്കോട്ടെ, പ്രമോഷന്, അവർക്ക് അധിക വരുമാനം, പ്രമോഷന് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും അധിക വരുമാനം, ധനം പല മാർഗത്തിൽ വരും. ഒരു പ്രമോഷൻ കിട്ടുമ്പോൾ ധനം വർദ്ധിക്കും. അങ്ങനെ ധനവർദ്ധനം ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ ദാമ്പത്യ ജീവിതം തകർന്നവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും സുഖകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകും. അതുപോലെ വീട്ടിൽ കലഹങ്ങളുള്ളവരുടെ കലഹങ്ങൾ മാറും. അതുപോലെ തന്നെ ഭൂമി, വീട് ഇതൊക്കെ ഇല്ലാത്തവർക്ക് ഭൂമി, വീട് ഉണ്ടാകാൻ ഉപകരിക്കും. എന്ന് വേണ്ട, ഇതുകൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. ഇനി കലാകാരന്മാർക്ക് ഒരു ഉയർച്ചയില്ലാത്തവർക്ക്, അവർക്ക് ഏറ്റവും തീയതി സിനിമ, സീരിയൽ അങ്ങനെ ലോകപ്രശസ്തരാകാനും, അവർക്ക് ഏറ്റവും വലിയ ഉയർച്ചകൾ ഉണ്ടാകാനും, അതുപോലെ സംസാരിക്കാൻ കഴിവുള്ളവർക്ക്, മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അവർക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടാനും, അവരെ ജനങ്ങൾ അംഗീകരിക്കാനും എന്ന് വേണ്ട, ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല. അതുപോലെ ഫലങ്ങളാണ് ഇതിന്. അപ്പം ഇത് ഞാൻ ആ പരമേശ്വരൻ്റെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുണപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞു, 20 ലക്ഷം കടമുണ്ടായിരുന്ന ഒരാൾ, അവർ വർഷങ്ങളായിട്ടുള്ള കടമാണ്, മക്കളെയൊക്കെ പഠിപ്പിച്ച കാര്യങ്ങളാണ്, ലോണൊക്കെ എടുത്തു. അവർ കുറേ കാര്യങ്ങൾ ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ ചെയ്ത കുറേ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ അവർക്ക് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ 18 ലക്ഷം വരെ കടം വീടി, ഇനി 2 ലക്ഷമേ ഉള്ളൂ.
അതിലൊന്നാണ് ഈ ക്ലെയിമിൻ്റെ വിദ്യ. ഈ ക്ലെയിമിൻ്റെ വിദ്യ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ വിദ്യ ഇത് ഞാൻ അപ്പോൾ ഈ ക്ലെയിമിൻ്റെ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഇതുവരെ പറയാത്തൊരു വിദ്യയാണ് ക്ലെയിമിൻ്റെ. ഇതുവരെ പറഞ്ഞു തരാത്ത ഒരു അത്ഭുത രീതിയാണ് ക്ലെയിമിൻ്റെ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ എല്ലാ കടബാധ്യതകൾ മാറാനായിക്കോട്ടെ എന്ന് വേണ്ട സർവ്വ വിജയങ്ങളും ഉണ്ടാകാനും സർവ്വ രീതിയിൽ എല്ലാ മേഖലകളിലും ശോഭിക്കാനും ദൃഷ്ടിദോഷം, ശാപദോഷം, കണ്ണേറ്, കുടുംബദോഷം എന്തും മാറ്റാനുള്ള ഒരു ശക്തി ഈ മന്ത്രത്തിനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണൻ, ഭദ്രകാളി, ശിവൻ, ഈ ദേവതകളുടെ അനുഗ്രഹം, സർവ്വദേവതകളുടെ അനുഗ്രഹം, സർവ്വദേവതാ വശ്യം, എല്ലാ ദേവതകളും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. അങ്ങനെയുള്ള ഏറ്റവും 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 അത്ഭുതകരമായ ഒരു അക്ഷരം അത് ക്ലെയിമാണ്. ക്ലെയിമാണെന്ന് അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതെങ്ങനെയാണ് ജപിക്കേണ്ടത്, ഈ മന്ത്രത്തിനുള്ളിൽ, ഈ അക്ഷരത്തിനുള്ളിൽ എന്തൊക്കെ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് ഫലമുണ്ടാകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള വീഡിയോകളിൽ ഒന്ന് കണ്ടിട്ടില്ല എന്നർത്ഥം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരു ജീവിതത്തിലെ വിലപ്പെട്ട ഒരു അറിയേണ്ട കാര്യം നഷ്ടപ്പെടുത്തിയെന്ന് അതിൻ്റെ അർത്ഥം. യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങളും, സ്വയം ചൊല്ലാവുന്ന മന്ത്രങ്ങളും, പിന്നെ ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, വിളിക്കേണ്ട ദേവത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ശരനൂൽ രഹസ്യം, ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യം ആരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ശിവരഹസ്യങ്ങളാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഒരു തവണ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, നമ്മളവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. അത് ഞാൻ പലപ്പോഴും നിങ്ങളോട് നോക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങളോട് ഞാൻ വീഡിയോ പറയാറുണ്ട്. നമ്മൾ ആ വഴിപാട് ചെയ്യുമ്പോൾ അവിടെ വിശ്വാസം കൊടുക്കണം. ഒരു വഴിപാട് നടക്കി വെച്ച് കഴിഞ്ഞ് ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. അതാണ് എൻ്റെ രഹസ്യം. ചിന്തിച്ചാൽ അത് സംശയമുള്ളതുകൊണ്ടാണ്. പിന്നെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അത് അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കണം. പലതവണ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സൊന്ന് ആ ദേവതയെ ചൊല്ലുന്നത്. അതാണ് അതിൻ്റെ രഹസ്യം. പിന്നെ നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. ഇത്രയും മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യുക, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക. ഏതായാലും ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് ഇക്കാര്യം പറഞ്ഞുതരാം. അപ്പോഴേ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ മന്ത്രം ക്ലെയിമാണ്. ക്ലെയിം നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അറിയാം. ക്ലെയിം, ഈ മന്ത്രം നമ്മൾ രാവിലെ ഒരൊറ്റ അക്ഷരമുള്ള ഒരു ബീജമാണ്, ഒരു വിത്താണ്. അതൊരു ബീജമാണ്, ഒരക്ഷരമുള്ളൊരു മന്ത്രമാണ്. ഒരു ബീജം എന്ന് പറഞ്ഞാൽ, ഒരു വിത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു മരം തന്നെ ഉണ്ടല്ലേ. നമുക്കറിയാം, ഇപ്പോൾ ഒരു മാങ്ങാണ്ടി, ആ ഒരു വിത്തിനുള്ളിൽ അത് കുഴിച്ചിടുമ്പോൾ ഒരു മരം അതിൻ്റെ അകത്തുണ്ട്, മരം ഉണ്ടായി വരിക എന്ന് പറഞ്ഞ പോലെ ബീജമന്ത്രങ്ങളിൽ നിന്ന് ഒരക്ഷരം കാണത്തുള്ളൂ. അതിൻ്റെ അകത്ത് അനന്തമായ ശക്തി അടങ്ങിയിട്ടുണ്ട്. അതാണ് ബീജമന്ത്രങ്ങളുടെ രഹസ്യം. ഒരക്ഷരം ജപിച്ചാൽ മതി, ക്ലെയിം. അതെങ്ങനെ ജപിക്കണം? രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ കിടക്കപ്പായിൽ എഴുന്നേറ്റ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് കൈയും കാലും മുഖവും കഴുകിയിട്ട്, അല്ലെങ്കിൽ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ചെയ്യാം. നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഒരു കുഴപ്പമില്ല. ഒന്നുകിൽ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അവസാനം ചൊല്ലുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണ് ഈ കടം വീഡിയോ എന്ന് പറഞ്ഞാൽ അവർ ചെയ്തത്. ഏതായാലും ഞാൻ നിങ്ങൾക്കത് വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഉണർന്ന ഉടനെ കിടക്കപ്പായിരുന്നുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങളുടെ ഇടത് കൈ വലത് കൈയുടെ മുകളിൽ വെക്കുക. നിങ്ങളുടെ ഇടത് കൈ വലത് കൈയുടെ മുകളിൽ വെക്കുക. എന്നിട്ട് പുക്കൽക്കൊടിക്ക് തൊട്ട് മുകളിലായിട്ട് ഈ വയറിനോട് സ്വല്പം ചേർത്ത് വെക്കുക. ടച്ച് ചെയ്ത് വെച്ചാൽ മതി, ബലമൊന്നും പിടിക്കണ്ട. അതായത് ഇടത് കൈ തുറന്ന് വലത് കൈയുടെ മുകളിൽ വെക്കുക. എന്നിട്ടിത് പുക്കൽക്കൊടിക്ക് മുകളിലായിട്ട് വയറിനോട് ചേർത്ത് തൊട്ടിരിക്കണം. ബലമൊന്നും പിടിക്കേണ്ട, ജസ്റ്റ് തൊട്ടാൽ മതി. ഇങ്ങനെ കൈ പിടിക്കുക. പിടിച്ചിട്ട് നിങ്ങളുടെ ഈ ഇടതു കൈയിൽ ഒരു ശിവലിംഗം ഇരിക്കുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. സങ്കല്പിച്ചിട്ട് കണ്ണ് തുറന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു ചുവന്ന പ്രകാശം ഈ ശിവലിംഗത്തിലേക്ക് വരുന്നു. അത് ശിവലിംഗത്തിൽ മുഴുവൻ നിറഞ്ഞിട്ട് ആ പ്രകാശം നിങ്ങളുടെ ചുറ്റും പരന്നു ഈ ലോകം മുഴുവൻ, ഭൂമി മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ പരക്കുന്നതായിട്ട് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചാൽ മതി, കണ്ണ് തുറന്നുകൊണ്ട്. എന്നിട്ട്
ഈ പറയുന്ന മന്ത്രം 3 ഞാൻ പറയുന്ന രീതിയിൽ ജപിക്കണം. ആദ്യം ക്ലീം 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 എന്ന് വാഗുകൊണ്ട് ഈ ശിവലിംഗം കയ്യിലിരിക്കുന്നു എന്ന് സങ്കല്പിച്ച് കണ്ണ് തുറന്ന് തന്നെ മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ആ ശിവലിംഗത്തെ സങ്കല്പിച്ച് ക്ലീം 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 3 തവണ ജപിക്കുക. അതിനുശേഷം നിങ്ങളുടെ നട്ടെല്ല് മുതൽ നിങ്ങളുടെ ഈ നട്ടെല്ലിൻ്റെ മുകളിലോട്ട് നട്ടെല്ല് നിങ്ങളുടെ താഴെ മുതൽ മുകളിൽ നട്ടെല്ലിൻ്റെ അറ്റം വരെ, നട്ടെല്ലിൻ്റെ അറ്റം എന്ന് പറയുമ്പോൾ ഈ തൊണ്ടക്കുഴിക്കുള്ളിൽ കൂടെ ഈ ശിരസിലോട്ട് ഇവിടെ എത്തുന്നതായിട്ട്, ഉച്ചിയിലെത്തുന്നതായിട്ട് സങ്കല്പിക്കുക. കാരണം നട്ടെല്ലിൻ്റെ ആ ഭാഗവും കഴിഞ്ഞ് മുകളിലേക്ക് ഈ ഉച്ചി വരെ ശ്രദ്ധിക്കണം. അപ്പം നട്ടെല്ലിനകത്തൂടെ നമ്മൾ ഈ തൊണ്ടക്കുഴിക്ക് പുറകെ വരെ വന്ന് അവിടെ നിന്ന് പിന്നെ തലയുടെ ഭാഗത്ത്, തലയുടെ പുറകിൽ കൂടെ ഈ ഉച്ചി വരെ ശ്രദ്ധിക്കുക. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ശ്രദ്ധിച്ച് കണ്ണ് തുറന്ന് തന്നെ 3 പ്രാവശ്യം താഴേന്ന് മുകളിലോട്ട് ശ്രദ്ധിച്ച്, അതായത് നമ്മുടെ ആ നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗം, മലദ്വാരത്തിൻ്റെയൊക്കെ മുകളിലായിട്ടുള്ള നട്ടലിൻ്റെ ഏറ്റവും അടിഭാഗത്തു നിന്നും നട്ടലിലൂടെ നമ്മുടെ തൊണ്ടക്കുഴിയുടെ പുറകെ വന്നു അവിടുന്ന് തലയുടെ പുറവശത്തൂടെ ഈ ഉച്ചി വരെ, ഉച്ചിയുടെ മധ്യത്തിൽ വരെ മനസ്സ് ചെല്ലണം. അങ്ങനെ താഴേന്ന് മുകളിലോട്ട് സങ്കല്പിച്ച വാഗുകൊണ്ട് ക്ലീം 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 അല്പം നീട്ടി ജപിക്കുന്നത് നല്ലതാണ്. 3 തവണ ജപിക്കുക. പിന്നെ നിങ്ങളുടെ ഉച്ചിയിൽ മാത്രം നിങ്ങൾ ആ ചുവന്ന പ്രകാശം, ഈ ഉച്ചിയിലെ ചുവന്ന പ്രകാശം ഇങ്ങനെ നിൽക്കുന്നതായിട്ട്, വിരലൊന്നും വെക്കണ്ട, ഉച്ചിയുടെ മധ്യത്തിന് തൊട്ട് മുകളിൽ ആ ചുവന്ന പ്രകാശം ഒരു പൊട്ടുപോലെ അല്പം ചെറിയ വൃത്തത്തിൽ ഇങ്ങനെ സങ്കല്പിച്ച്, എല്ലാം കണ്ണ് തുറന്നാണ്, ക്ലീം 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 എന്ന് 3 തവണ ജപിക്കുക. ഈ വിദ്യ നിത്യേന രാവിലെ ചെയ്യുക. അപ്പം നമ്മൾ മൊത്തം 9 തവണ ജപിച്ചു, മതി. ഈ വിദ്യ നിത്യേന നിങ്ങൾ രാവിലെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, പറ്റും, നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുക. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളോട് പരിചയമില്ലാത്തവരോട് നിങ്ങളെ ചിരിച്ച് കാണിക്കും, നിങ്ങളോട് മിണ്ടും, നിങ്ങളോട് പരിചയപ്പെടും. നിങ്ങൾ പറയുന്നൊക്കെ കാര്യങ്ങൾ ആളുകൾ അംഗീകരിക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം, അപ്പം തൊട്ട് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. നിത്യേന രാവിലെ ചെയ്യുക. ഇത് അത്ഭുതകരമായ കാര്യമാണ്. കാരണം ഇതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ നിങ്ങൾക്ക് വേറെ ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ വില അറിയത്തില്ല. നാളെ ഒരിക്കൽ ചിലപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും അറിയും ഇതൊക്കെ മഹാവിദ്യകളാണ്. ഇത് നിങ്ങളെപ്പോഴെങ്കിലും ചിലരെങ്കിലും അറിയും. ഇപ്പോഴും ഇതിൻ്റെ വില നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. മഹാവിദ്യകളാണ്. ഇതുകൊണ്ട് ക്ലെയിം എന്ന് പറഞ്ഞാൽ കായും ലായും ഈയും, ഈ 3 അക്ഷരം ആ ക്ലെയിമിനകത്തുണ്ട്. ഈ 3 അക്ഷരം ചേരുന്നതാണ് ക്ലെയിം. ഈ കാ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ലാ എന്ന് വെച്ചാൽ ഭൂമി, ഈ എന്ന് വെച്ചാൽ മഹാമായയുടെ ശക്തി. ഇത് 3ഉം ചേരുമ്പം ക്ലീ എന്നാകും. ക്ലീ എന്ന അക്ഷരമാകും. അതിൻ്റെ കൂടെ ബിന്ദു ചേരുമ്പം 0 ആകും, ക്ലെയിം. അങ്ങനെയാണ് ക്ലെയിം എന്ന അക്ഷരം ഉണ്ടായത്. അപ്പോൾ ഇത് പല ആചാര്യന്മാരും പല ഗുരുക്കന്മാരും പല രീതിയിൽ പറയുന്നുണ്ടായിരിക്കും. എനിക്ക് കിട്ടിയ അറിവ് അല്ലെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ആ ക്ലെയിമിനകത്ത് ബ്രഹ്മമുണ്ട്, പിന്നെ ഭൂമിയുണ്ട്, പിന്നെന്തുണ്ട്, മഹാമായയുടെ ശക്തിയുണ്ട്. ഈ 3 ശക്തികളും ക്ലെയിമിനകത്ത് ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലെയിം എന്താണ്? ഞാൻ നിങ്ങൾക്ക് മറന്നുപോയിരിക്കാനാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. കാമരാജബീജവും സർവലോകവശ്യവുമാണ്. മനസ്സിലായല്ലോ? എന്താണ് കാമരാജബീജം? കാമരാജബീജം എന്ന് അറിയാലോ. കാമരാജബീജം സകല സുഖ സൗഭാഗ്യങ്ങളും, സമ്പത്തും ഐശ്വര്യവും പണവും പദവിയും അധികാരവും ആഗ്രഹിക്കുന്നതെല്ലാം, കാമം ആഗ്രഹം എല്ലാം നൽകുന്നതാണ്. സർവ്വസുഖങ്ങളും, ദാമ്പത്യ സുഖങ്ങളും ലൗകിക സുഖങ്ങളും പിന്നെ ധനപരമായ സുഖങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും, ഭൂമി, വീട്, ധനം, സമ്പത്ത്, അധികാരം, പ്രശസ്തി എല്ലാം നൽകാൻ കഴിവുള്ളതാണ് കാമരാജബീജം. പിന്നെന്താണ്? സർവവശ്യമാണ്, സർവലോകവശ്യം, എല്ലാ ലോകങ്ങളെയും വശീകരിക്കുന്നതാണ്. എല്ലാ ലോകവും എന്ന് പറഞ്ഞാൽ ഏതാണ് എല്ലാ ലോകം? നിങ്ങളുടെ പ്രപഞ്ചം, നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ മുന്നിലുള്ള പ്രപഞ്ചം, നിങ്ങളുടെ മുന്നിലുള്ള ലോകം, അതാണ്. അങ്ങനെയുള്ള എല്ലാത്തിനെയും വശീകരിക്കുന്നതാണ് ഈ ക്ലെയിമിൻ്റെ വിദ്യ. ഇത് നിങ്ങൾ നിത്യേന ചെയ്യുക. ആര് ചെയ്യുന്നു അവരുടെ ജീവിതത്തിലേക്ക് ധനം വർദ്ധിച്ചു വരും.
മാത്രമല്ല അവരുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും, അവരുടെ തടസ്സങ്ങളൊക്കെ മാറും. അവരേത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അത് ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല, നിത്യേന ചെയ്യണം. അപ്പോൾ ഇത് ഫലത്തിൽ വരും. നിത്യേന ചെയ്യുക, രാവിലെ മാത്രം ചെയ്താൽ മതി. അതുപോലെ ദാമ്പത്യപരമായിട്ട് പിണങ്ങി നിൽക്കുന്നവരെ, അല്ലെ ദാമ്പത്യ അനുഭവങ്ങൾ കുറവുള്ളവർ, അല്ലെ ഭാര്യയും ഭർത്താവും ഇപ്പോഴും കലഹമുള്ളവർ, ഇതൊക്കെ ചെയ്യാം. ഏറ്റവും നല്ല ദാമ്പത്യ സുഖഭോഗങ്ങളോട് കൂടിയ ജീവിതം ഉണ്ടാകും. വിശ്വാസത്തോടുകൂടി ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ശരിയായോ എന്നൊക്കെ സംശയം വിചാരിച്ചാൽ ഒരു ഫലവും കിട്ടത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് മറന്നേക്കണം. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കർമ്മം അപൂർണമായിപ്പോകും. ചെയ്യുക, പിന്നെ അങ്ങ് മറന്നേക്കണം. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ സംശയം കൊണ്ടാണ് ചിന്തിക്കുന്നത്, അത് ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിൽ നിങ്ങൾക്ക് ധനമാർഗത്തിനുള്ള മാർഗങ്ങൾ വരും. ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, അതുപോലെ നിങ്ങൾ ഒരു കലാകാരനായിക്കോട്ടെ, ഒരു ഗതിയില്ലാത്ത രക്ഷയില്ലാത്ത ഒരു ജീവിതമാർഗം മുട്ടിയ ഒരു കലാകാരനായിക്കോട്ടെ, നിങ്ങൾ ലോക പ്രശസ്തനാകാൻ പറ്റും. നിങ്ങൾ ഒരുപാട് ആളുകൾ അംഗീകരിക്കും, നിങ്ങളുടെ കഴിവ് അംഗീകരിക്കും, നിങ്ങൾക്ക് സമ്പത്ത് വരും. അതുപോലെ അഭിനയമൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അവർക്ക് സിനിമ, സീരിയൽ, അല്ലെ അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. അല്ലെ അവരെ നല്ല കഴിവുള്ളവരാണ്, അവരെ അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അവരെ അംഗീകരിക്കപ്പെടും. അവരുടെ ജീവിതത്തിൽ എല്ലാ സമ്പത്തും വരും. ഇനി പാട്ട് പാടുന്നവരാണെങ്കിൽ അവരും ലോക പ്രശസ്തിയിലേക്ക് വരും. അവരുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും. ഇനിയും ഒരു ഡോക്ടറായിക്കോട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു വക്കീലായിക്കോട്ടെ, ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, സാധാ തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായിക്കോട്ടെ, അവരുടെ മേഖലയിൽ അവർക്ക് ഏറ്റവും വലിയ ഉയർച്ചകളെ, സാർവവശ്യം, സമ്പത്തെ, സുഖസൗഭാഗ്യങ്ങൾ സകലതും വന്നു ചേരുമെന്നുള്ളതാണ്. കൃഷ്ണൻ, ഭദ്രകാളി, ശിവൻ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കിട്ടും. സകല ദേവതകൾ ഇവർക്ക് വശമായി നിൽക്കും. മാത്രമല്ല കണ്ണേർ ബാധിക്കത്തില്ല. ശത്രുദോഷങ്ങൾ 7 അയൽപക്കത്ത് പോലും വരത്തില്ല. ശത്രു എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം സർവശത്രുവശ്യമാണ്. ആരും നമുക്ക് എതിരായിട്ട് വരത്തില്ല. പിന്നെ അപകടങ്ങൾ ഒക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഓരോ പെടുമരണങ്ങളെ, അപകടങ്ങളെ, ഇതിനൊക്കെ ഒരു രക്ഷയാണ്, സംരക്ഷണമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ കൂടെ വേണം. പിന്നെ നമുക്ക് നല്ല എപ്പോഴും മനസ്സിൽ തോന്നും ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം. അങ്ങനെ ആപത്തുകൾ ഒഴിവാകും, കടബാധ്യതകൾ മാറും. കടബാധ്യത മാറിയ ഒരാളുടെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ. 18 ലക്ഷം രൂപ കടബാധ്യത മാറി. അവർ ഈ ക്ലെയിം അത് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത്, ഈ രീതി ആദ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ വെറുതെ ജപിച്ചിട്ട് പോലും അവർക്ക് കടബാധ്യതകൾ മാറി. അപ്പോൾ എങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതം മാറിയ കാര്യമാണ്, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ കണ്ണേർ എന്ന് പറഞ്ഞാൽ, കണ്ണും ദോഷം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ അവരുടെ നെഗറ്റീവ് ചിന്താഗതി നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഈ കുട്ടികളൊക്കെ നല്ല പഠിത്തത്തിൽ വരുന്ന കുട്ടികൾ പെട്ടെന്ന് ഒരു മോശം അവസ്ഥയിലേക്ക് പോകുന്നു. അവർക്ക് ഈ വിദ്യ ചെയ്യാം, പ്രായമുള്ളവർക്കും ചെയ്യാം, തൊഴിലുള്ളവർക്കും ചെയ്യാം, തൊഴിലില്ലാത്തവർക്കും ചെയ്യാം, ഉദ്യോഗസ്ഥന്മാർക്കും ചെയ്യാം, സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്ക് ചെയ്യാം, ഏത് മനുഷ്യർക്കും ഇത് ചെയ്യാം, ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നങ്ങളുണ്ടോ, എന്ത് തടസ്സങ്ങളുണ്ടോ അത് മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പം അതുപോലെ ശാപദോഷങ്ങൾ മാറിക്കിട്ടും, കുടുംബദോഷങ്ങൾ മാറിക്കിട്ടും. പിന്നെ ഭൂമി, വീട് ഇതൊന്നും ഇല്ലാത്തവർക്ക് അത് ഉണ്ടാകും. വാഹനങ്ങൾ, സർവ്വസൗഭാഗ്യങ്ങൾ, പിന്നെ കേസ് പഴക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്കൊരു മേൽക്കോയ്മ നേടിയെടുക്കാൻ ഇത് ഉപകരിക്കുമെന്നുള്ളതാണ്. കാരണം ഇതിന് അതുപോലെ ശക്തിയുണ്ട്. ഇതിനകത്ത് മഹാമായയുടെ ശക്തിയും ചേരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മഹാമായയ്ക്ക് അപ്പുറത്ത് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ബ്രഹ്മം, ഭൂമി, മഹാമായ, ഈ 3 ശക്തികൾ ഈ ഒറ്റ അക്ഷരത്തിനകത്ത് വരുന്നുണ്ട്. ക്ലെയിം, ഒറ്റ അക്ഷരം ഉരുവിട്ടാൽ മതി. ക്ലെയിം, പൂജ്യമുണ്ട് കേട്ടോ, പൂജ്യം ചേർത്താണ് ക്ലെയിം കേട്ടോ. ക്ലെയിം അല്പം നീട്ടി ഉരുവിടണം. നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാഗുകൊണ്ട് തന്നെ ഉരുവിടണം. ക്ലെയിം. നമ്മൾ നീട്ടി ജപിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ശക്തിയുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് അതിൽ ലയിക്കും. മറ്റു ചിന്തകളൊക്കെ കട്ടായിട്ട് നമ്മുടെ മനസ്സ് അതിലേക്ക് വരും നീട്ടി ജപിക്കുമ്പോൾ. ക്ലെയിം. പിന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ ജപിക്കുക. എവിടെയൊക്കെ ശ്രദ്ധിച്ച് ജപിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നിത്യേന നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വശ്യം നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് തന്നെ അതറിയാൻ പറ്റും. കാരണം ഇത് ചെയ്തവർക്ക് അത് ഉണ്ടായിട്ടുണ്ട്. അവരെന്നോട് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുവരെ പരിചയമില്ലാത്തവർ, അല്ലെങ്കിൽ മിണ്ടാത്തവർ ഒക്കെ ഇങ്ങോട്ട് കയറി മിണ്ടും. പലരും നമ്മളെ സഹായിക്കാൻ വരും. അത് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മതി. ഞാനത് കൂടുതൽ പറയുന്നില്ല.
അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുപോലെ നല്ല മാറ്റങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ശിവഭഗവാന് നിങ്ങളുടെ പക്കനാളിലും ശനിയാഴ്ച ഒരു പാൽപ്പായസവും, ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച പറ്റുന്ന പോലെ മാസത്തിൽ ഒരു കടുംപായസവും, കൃഷ്ണന് പൗർണമിയുടെ അന്ന് ഒരു പാൽപ്പായസവും, പിന്നെ മാസത്തിൽ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച ഒരു പാൽപ്പായസം, ഇതൊക്കെ ചെയ്ത് അവർ ആ ദേവതകളോട് നന്ദി പറയണം കേട്ടോ. കാരണം അവരുടെ എല്ലാ അനുഗ്രഹം ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. സർവ്വദേവതാ വശ്യമുണ്ടാകും. പിന്നെ ഇത് ജപിക്കുന്ന പൂജാരിമാരായിക്കോട്ടെ, നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്. അവർക്ക് ഒരു പൂ ഇട്ടാൽ പോലും ഫലം കിട്ടും. ഒരു പൂ വിട്ടാൽ പോലും ഫലം കിട്ടും. അത്ഭുതകരമായ കാര്യമാണ്. പറയാൻ മനസ്സിലായോ? അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് ഒരു ഫലമുണ്ടാകും. ഇനി ഏത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, അവർ ചെയ്യുന്ന കൃഷി നല്ല മേൽക്കോയ്മ വരും. പിന്നെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, അവർ ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ അവർ നല്ല പദവിയിലേക്ക് വരും, അവർ ജനപ്രിയരാകും, അവരെ ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ളതാണ്. ഏത് മേഖലയുള്ളവർക്ക് ഈ ക്ലെയിം എന്നുള്ള ബീജം ഏറ്റവും 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 അവരുടെ ജീവിതം മാറ്റുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും ശ്രീം ധനത്തിൻ്റെ എന്ന് പറയും. ശരിയാണ്, ശ്രീം ധനത്തിൻ്റെ തന്നെയാണ്. പക്ഷേ ശരിക്കും ക്ലെയിം ഒന്ന് ജപിച്ചു നോക്കിയേ. ധനവും പോരും, സർവ്വസുഖ സൗഭാഗ്യങ്ങളും പോരും, പ്രശസ്തിയും പോരും, സർവ്വ കാര്യസാധ്യവും. അതാണ് ഈ ക്ലെയിമിൻ്റെ രഹസ്യം. അതറിയാവുന്നവർക്കറിയാം. അതറിയാവുന്ന ക്ലെയിമിനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാം ഉണ്ടായി വരും. മാത്രമല്ല, ഈ ദാമ്പത്യ സൗഭാഗ്യങ്ങൾ, ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനം അച്ഛനും അമ്മയും നല്ല രീതിയിൽ സ്നേഹത്തോടെ ചേർന്ന് പോകുന്നതാണ്. അല്ല വീട്ടിൽ നിന്നും കലഹവും വഴക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ വഴി, അമ്മയുടെ വഴി, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കുടുംബത്തെ അത് ബാധിക്കും. അപ്പം അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരുപാട് ഇത് ചെയ്താൽ മതി. രാവിലെ ചെയ്യുക, ദിവസവും ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക. അത്ഭുതകരമായ ഫലമാണ് ഉണ്ടാകുന്നത്. അത്ഭുതകരമായ ഫലം തരാൻ ശക്തിയുള്ളതാണ്. പിന്നെ നമ്മൾ ഈ വിദ്യ ചെയ്യുമ്പോൾ നമുക്ക് ഈശ്വര്യമായ ചില അനുഗ്രഹങ്ങളും ഉണ്ടാവും. നമുക്ക് ഉള്ളിൽ ഒരു ഈശ്വര ബോധം ഉണ്ടായി വരും. ഈ ക്ലെയിമിന് സൗഭാഗ്യങ്ങളും കൊടുക്കാൻ ശക്തിയുണ്ട്, അതുപോലെ ജ്ഞാനവും കൊടുക്കും. ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവം. നമുക്ക് പല കാര്യങ്ങളും അറിയാം, അത് ശരിയാണ്, തെറ്റാണ്. നമുക്ക് പല കാര്യങ്ങളും ശരിയായിട്ട് ആലോചിച്ച് ചെയ്യാനുള്ള ഒരു ശക്തിയും കിട്ടും. കാരണം ക്ലെയിം ശരിക്കും രഹസ്യമായ ജ്ഞാനം കൊടുക്കുന്നതാണ്. രഹസ്യമായ ജ്ഞാനത്തിൻ്റെ ഒരു ബീജവും കൂടാണ്. അതായത് കൃഷ്ണമന്ത്രങ്ങളിൽ പലപ്പോഴും ക്ലെയിമുണ്ട്, ഭദ്രകാളിയുടെ മന്ത്രത്തിൽ ക്ലെയിമുണ്ട്. അങ്ങനെ ക്ലെയിമിന് അപാരമായ ഒരുപാട് ക്ലെയിം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ദിവസം ഇരുന്ന് പറഞ്ഞാലും തീരത്തില്ല, അതുപോലെ ഫലങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാർ, അവർക്ക് വരുമാനമൊന്നും പലർക്കും കാണത്തില്ല. അപ്പോൾ അവർക്ക് ഒരു പൈസ കിട്ടാനുള്ളൊരു പൊടിക്കൈ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോ പറയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ മറന്നുപോയി. കഴിഞ്ഞ വീഡിയോ പറയാമെന്ന് പറഞ്ഞതുമാണ്, ക്ഷമിക്കുക, അത് പറയാൻ പറ്റിയില്ല, മറന്നുപോയി. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം ഇതുപോലെ പച്ച കോട്ടൺ തുണി മേടിക്കുക. പച്ച കോട്ടൺ ജൗളിക്കടയിൽ അല്പം മേടിച്ചാൽ മതി. ഇത് ഞാൻ മേടിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. മേടിച്ചിട്ട് ഒന്നും വേണ്ട, നിങ്ങൾ ഇതിൻ്റെ അകത്ത് മടക്കി പണം ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മടക്കി വെക്കുക, ഇതിനുള്ളിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പാത്ത് വെക്കുക. മറന്നു പോകരുത് എവിടെ വെച്ചതെന്ന്, അത് ശ്രദ്ധിച്ചോണം. പണം വർദ്ധിച്ചു വരും. പാസ്ബുക്ക്, പണം ഒക്കെ വെച്ചോ. നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ പൈസ വരും. പിന്നെ ഇവിടെ നിന്നെങ്കിലും സാമ്പത്തികം വരും കേട്ടോ. അത് ഈ പ്രായമുള്ളവർക്കൊക്കെ അവർക്ക് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൊണ്ട് തരുമെന്നേ, അവർക്ക് പൈസ ഇവിടെ നിന്നെങ്കിലും വരും. ഇങ്ങനെ ഈ അമ്മമാരൊക്കെ, അല്ലെങ്കിൽ അമ്മമാരായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ, പ്രായമുള്ള ജോലിയൊന്നുമില്ലാത്തവരെ, വീട്ടിൽ ഇരിക്കുന്നവർക്ക് ചെറിയ ഈ പൊടിക്കൈ ഒന്ന് ചെയ്ത് നോക്കുക. ഉള്ള പൈസ വെച്ചാൽ മതി, പൈസ വർദ്ധിച്ച് വന്നോളും. എവിടെ നിന്നെങ്കിലുമൊക്കെ കാശ് വരും. പക്ഷെ വെച്ചെവിടാന്ന് മറന്നു പോകരുത്, അത് ഓർത്തോണം. ഇത് വേറെ കാര്യമൊന്നുമില്ല. അല്പം പച്ച കോട്ടൺ തുണി മേടിക്കുക. പച്ച കോട്ടൺ തുണി എവിടാ? ഈ ജൗളിക്കടയിൽ കിട്ടും. അതിന് വലിയ പൈസയൊന്നും ആകത്തില്ല. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ പണം വെക്കണം. ഉള്ളിൽ പണം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് മടക്കി എവിടാന്ന് വെച്ചാൽ നിങ്ങളുടെ പെട്ടിക്കകത്തോ എവിടാന്ന് വെച്ചാൽ വെക്കുക. പണം വർദ്ധിച്ചു വരും കേട്ടോ. അപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിനൊക്കെ പ്രായമായ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അതൊരു തുണയാകട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതാണ്. കാരണം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ നമുക്ക് മാത്രം അങ്ങനെ സന്തോഷം ഒന്നുമില്ല. എല്ലാവർക്കും നല്ലതുണ്ടാകുമ്പോൾ
എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ പുതിയ നല്ല മാറ്റങ്ങൾ നടക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ മുരുകൻ പഞ്ചാമൃത അഭിഷേകം മലയാള മാസം ആദ്യത്തെ ചൊവ്വാഴ്ച ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അത് അത്ഭുത ഫലമാണ്. അത് ഏത് കാര്യത്തിന് വേണ്ടിയും ചെയ്യാം. അത് ഒരു തൊഴിലിലെ ഒരു വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഭൂമിയെ വീടൊക്കെ മേടിക്കാൻ തടസ്സമുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ഈ ഭൂമി സംബന്ധമായ ദോഷങ്ങൾ മാറുവാൻ, അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക ഈ തൊഴിൽപരമായിട്ടിപ്പം ഒരു ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു, അവർക്ക് നല്ല ജോലി ചെയ്ത ആളാണ്, ഗൾഫിൽ നല്ല ജോലി ചെയ്ത ആളാണ്, പക്ഷെ അവർക്ക് നല്ലൊരു ജോലി കിട്ടുന്നില്ല. നാട്ടിൽ നിന്ന് അവർ ശ്രമിക്കുന്നു, അവർക്ക് ഉദ്ദേശിക്കുന്നതിനും വലിയ കമ്പനികളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ജോലികൾ കിട്ടാനും മുരുകന് പഞ്ചാമൃതാഭിഷേകം എന്നല്ല. അത് നിങ്ങൾ ആദ്യം ഒരു 3 തവണ വരെ, ഒരു മാസത്തിൽ 1 വീതം, മലയാള മാസം ആദ്യ ചൊവ്വാഴ്ച 3 തവണയ്ക്കുള്ളിൽ ചെയ്തവർക്ക് ഫലം ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചിലയിടത്ത് ചെയ്താൽ ചിലപ്പം ഫലം കിട്ടണമെന്നില്ല, മാറ്റി ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിശ്വാസം കൂടെ അവിടെ വരണം. അപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ പറയുന്നത്. ക്ലെയിം ആണെങ്കിലും ഞാൻ പറഞ്ഞ രീതി ജപിച്ച്, ക്ലെയിം മാത്രം ജപിച്ച് 18 ലക്ഷം രൂപയോളം അവരുടെ വർഷങ്ങളായിട്ടുള്ള കടമാണ്. അത് വീടി ഇനി 20 ലക്ഷം ഉള്ളത്, ഇനി 2 ലക്ഷം ഉള്ളതെന്ന് പറഞ്ഞു. ഇതൊക്കെ അനുഭവമാണ്, അല്ലാതെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്ന ആളല്ല. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ തന്നെ പറഞ്ഞ് ചെയ്ത് ഉണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിലെനിക്ക് പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സന്തോഷത്തോടെ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. ജീവിതം മാറ്റിയ കാര്യങ്ങളല്ല, മാറ്റുമെന്നല്ല, മാറ്റിയ കാര്യങ്ങളായി പറയുക. മനസ്സിലായി? അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അതുപോലെ ചെയ്തില്ലേ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അതുപോലെ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ചെയ്തവർ ചെയ്ത രീതിയാണ്, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞു തരുന്നത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് പുതിയ കാര്യങ്ങൾ, ഉയർച്ചകൾ, ഐശ്വര്യങ്ങൾ, സമ്പത്ത് എല്ലാം കടന്നു വരട്ടെ. ഞാൻ ഇന്ന് പുത്തങ്കാവൽ അമ്പലത്തിൽ രാവിലെ പോയി. അപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് നിന്നൊരു ഒരു അമ്മയൊക്കെ ഉണ്ടായിരുന്നു. എന്നെ കണ്ടു. നമ്മൾ വീഡിയോയിൽ പറഞ്ഞ് പുത്തങ്കാവലമ്മയ്ക്ക് അറുനാഴി കഴിച്ചു. അവരുടെ 2 മക്കൾക്ക് ഏതാണ്ട് ഈ ജോലിയുടെ ഏതാണ്ട് ശരിയാകാനുണ്ടായിരുന്നു വിദേശത്ത്. അത് ശരിയായി കിട്ടി. അതിന് അറുനാഴി പായസം കഴിക്കാൻ വന്ന എന്നെ കണ്ടു. അതെന്നോട് പറഞ്ഞു. ഞാൻ വീഡിയോ കണ്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞ് കൊല്ലത്തു നിന്നുള്ളൊരു അമ്മയെ കണ്ടു. വളരെ സന്തോഷം. അപ്പോഴത്തേന് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ഓട്ടോയിൽ വരുമ്പോൾ, അങ്ങോട്ട് ഞാൻ ബസ്സിനാവും, ഇങ്ങോട്ട് ഓട്ടോയെ വന്നപ്പോഴത്തേന് ഞങ്ങളുടെ ഓട്ടോയുടെ സൈഡിൽ കൂടെ ഒരു പയ്യൻ, അവന് അതിഭയങ്കരമായ സ്പീഡിൽ പോവുകയാണ്. ഒരു മിന്നായം പോലെ വണ്ടി ചെത്തിച്ചെടുത്ത് മിന്നായം പോലെ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഓട്ടോക്കാരനും എനിക്കും വളരെ വിഷമം തോന്നി. ഞങ്ങൾ പറഞ്ഞു, കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും. ചെറുപ്പക്കാരനാണ്. അപ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ, ഈ നമ്മളിപ്പം ഒരു പിള്ളേരോടൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പയ്യനോടാണേലും ഇങ്ങനെ വണ്ടി ഓടിക്കരുത്. എനിക്കറിയത്തില്ല അത് ഏത് പയ്യനാണെന്നും. ഞാൻ പറയുകയാണ്, ഇപ്പം ഇങ്ങനെ ഓടിക്കുന്ന പിള്ളേരുണ്ടല്ലോ. അപ്പോൾ അവരോട് നമ്മൾ പറയുക, വണ്ടി ഇങ്ങനെ ഓടിക്കരുതെന്ന് പറഞ്ഞാൽ ആരും കേൾക്കാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആരോടും ഒരു നല്ല കാര്യം പറഞ്ഞാൽ കേൾക്കത്തില്ല. പിന്നെ അതുപോലെ ഉപദേശിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അവരെ കണ്ടു പഠിക്കാൻ ഒരവസരം കൊടുക്കണം, കണ്ട് മനസ്സിലാക്കാൻ. അതായത് ഞാൻ പണ്ടൊരു പയ്യൻ്റെ നക്ഷത്രമൊക്കെ പരിശോധിച്ചു വർഷങ്ങൾക്ക് മുമ്പ്. ആ പയ്യൻ നല്ല ആക്റ്റീവായിട്ടുള്ള പയ്യനായിരുന്നു. ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പെട്ടു. ഇന്നിപ്പം അവന് നടക്കാനോ ഇരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. പഴയ രീതിയിലോട്ട് അവൻ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവന് ജീവിതം മുഴുവൻ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നൊരു പയ്യനാണ്. അപ്പോഴേ എനിക്ക് ആ പയ്യനുമായിട്ട് സംസാരിച്ചപ്പം വളരെ വിഷമം തോന്നി. കാരണം അവൻ്റെ ഇനി പഴയ പോലെ ഒരു ജീവിതം അവന് ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. പഴയ പോലെ നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ആ പയ്യൻ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട്, പിള്ളേരെ കൊണ്ട് കാണിക്കണം. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. അവർ ഒരു കാലത്ത് പാഞ്ഞ് നടന്നവരാണ്, അങ്ങനെ ആക്സിഡൻറ്റ് പറ്റുന്നു. അപ്പോൾ അത് അങ്ങനെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ സ്പീഡിൽ പോകത്തില്ല. നമ്മൾ പറഞ്ഞാൽ ചില മനസ്സിലാകത്തില്ല. ചില കാര്യങ്ങൾ കണ്ടുപഠിക്കണം. അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി. കാരണം ഒരാളുടെ ആ അനുഭവം കാണുമ്പോൾ ചിലപ്പോൾ ബോധമുള്ളവനാണെങ്കിൽ നന്നാവും, അല്ലാത്തവനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ പിള്ളേരെ ചില കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ അവസരം കൊടുക്കണം. ഇങ്ങനെ അപകടം പറ്റിയവരുടെ ജീവിതം
അവരെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് അവരവരുടെ ബുദ്ധിമുട്ടുമൊക്കെ പറയുന്ന കണ്ട് മനസ്സിലാക്കി കഴിയുമ്പം ബോധമുള്ളവനാണ് നന്നാകും. ചിലത് നമ്മൾ ഉപദേശിച്ചാലും പറഞ്ഞു കൊടുത്താലും ആർക്കും മനസ്സിലാകത്തില്ല, കണ്ട് മനസ്സിലാക്കണം. അപ്പോഴേ ജീവിതം മാറത്തുള്ളൂ. അതുപോലെ തന്നെ ചില ഈ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ആരും അറിയാതെ അന്വേഷിക്കാതെ അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു വീണ്ടുവിചാരമില്ലാത്ത പലരുടെയും പുറകെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ ഇപ്പം കൂടുതലാണ്. പക്ഷെ വീട്ടുകാരൊന്നും ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ പോയി ജീവിതത്തിലെ പാഴ്ച പറ്റിയ ജീവിതം ഒന്നും അല്ലാതായി പോയ ആളുകളെ കണ്ട് അവരെ കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ ഒരിക്കലും ഇതുപോലുള്ള ഈ ആലോചിക്കാതുള്ള തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോകത്തില്ല. ഇന്ന് ഒരുപാട് കുട്ടികൾ ഈ വീണ്ടുവിചാരമില്ലാതെ പല കാര്യങ്ങളും ചതികളിൽ പോയി ചാടും. നല്ല രീതിയിൽ പോയാൽ കുഴപ്പമില്ല. ഇത് പലപ്പോഴും നല്ല രീതി ആകണമെന്നില്ല, ചതികളും ഉണ്ടാവും. നമുക്കറിയാൻ പറ്റത്തില്ല ഏതാ നല്ലത് ഏതാ ചതിയെന്ന്. അങ്ങനെ പോയി ചാടുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് ജീവിതം കണ്ടുപഠിക്കാൻ അവസരം കൊടുക്കണം. അതുകൊണ്ട് അവരൊക്കെ ഇപ്പം ഒരു അനാഥാലയങ്ങളായിക്കോട്ടെ ജീവിതത്തിൽ തകർച്ച പറ്റിയവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതുപോലെ പാളിച്ചകൾ പറ്റിയവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കണം. അങ്ങനെ കണ്ടുപഠിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ ജീവിതം മാറ്റും. അല്ല നമ്മളൊരു വ്യക്തിയോട് പറഞ്ഞു കൊടുത്താൽ ചിലവർക്ക് മനസ്സിലാക്കാൻ തോന്നത്തില്ല. എങ്ങനെയാണ് ഞാനപ്പം ചിന്തിച്ചൊരു കാര്യമാണ്. ഏതായാലും ഞാൻ എൻ്റെ ഒരു ആശയം പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്കിഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്കെൻ്റെ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. നിങ്ങൾക്കിഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.